CPM വനിതാ നേതാവ് KJ ഷൈനെതിരായിട്ടുള്ള അപവാദ പ്രചാരണത്തിൽ KM ഷാജഹാനെ ചോദ്യം ചെയ്തു. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഷാജഹാനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. പ്രതിപക്ഷം എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലൂടെ KM ഷാജഹാൻ അവഹേളിച്ചുവെന്നും അത് സൈബർ ആക്രമണത്തിന് കാരണമായെന്നുമാണ് KJ ഷൈനിന്റെ പരാതി. അതേസമയം കേസിലെ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് സെഷൻസ് കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഏഷ്യാകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട ഇന്ത്യ. ഏഷ്യാകപ്പിൽ ബംഗ്ലാദേശിനെ നേരിടുന്ന ഇന്ത്യയുടെ മുൻനിര വീണു. 5 വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യ ഇപ്പോൾ 136 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലുമാണ് നിലവിൽ ക്രീസിൽ. അഭിഷേക് ശർമ്മ 75 റൺസ് എടുത്ത് പുറത്തായി. ശുഭ്മാൻ ഗിൽ 29 റൺസ് എടുത്തു. പിന്നീടെത്തിയ ബാറ്റർമാർക്ക് കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞില്ല. ശിവൻ ദുബെ 2 റൺസിനും സൂര്യകുമാർ യാദവ് 5 റൺസിനും പുറത്തായി. തിലക് വർമ്മ 5 റൺസ് എടുത്താണ് മടങ്ങിയത്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കലാകാരൻ എന്ന നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെന്ന് മോഹൻലാൽ. ആദരവുകൾക്ക് മുൻപിൽ താൻ കൂടുതൽ വിനയാന്വിതനാവുകയാണ്. പുരസ്കാരം സ്വീകരിച്ച ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. എല്ലാം വളരെ നന്നായിരുന്നു, നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ, അതുകൊണ്ടായിരിക്കാം തീർച്ചയായും. സിനിമ എന്നതിലുപരി അതൊരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസിക്കൽ ആർട്ടാണ്. എന്നൊരു സംസ്കൃത നാടകമാണ്. മറ്റേത് ഒരു 3 ഡൈമെൻഷണൽ ആർട്ടാണ്, കഥകളി. അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കാം എടുത്തു പറഞ്ഞത്. ദേശീയ പുരസ്കാര നേട്ടത്തിൽ സന്തോഷമെന്ന് നടി ഉർവശി. മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. ചെറിയ ബഡ്ജറ്റാണെങ്കിലും മലയാള സിനിമയുടെ മൂല്യത്തിന് മാറ്റമില്ല. അവാർഡ് കിട്ടിയത് വൈകിയാണെന്ന് കരുതുന്നില്ലെന്നും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നും നടൻ വിജയരാഘവനും കൊച്ചിയിൽ പ്രതികരിച്ചു. സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതാണ് ഇന്നലത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാവുന്നത് ആർക്ക് കിട്ടിയെന്നനുസരിച്ചിരിക്കും. അത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു അഭിമാനവും സന്തോഷവും തോന്നിയൊരു നിമിഷം. അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. പിന്നെ തീർച്ചയായിട്ടും കുട്ടേട്ടന്റെ അവാർഡും ഞങ്ങളുടെ അവാർഡും ഒക്കെ ഒരു പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അവാർഡല്ലേ. ആര് പുരസ്കാരം തന്നാലും ഇല്ലെങ്കിലും മലയാളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാള സിനിമയും മലയാളത്തിലെ വർക്കേഴ്സും എല്ലാം എല്ലാ കാലത്തും പുരോഗതിയിലാണ്. ബഡ്ജറ്റ് കുറവായിരിക്കും നമ്മുടെ സിനിമകളിൽ, പക്ഷേ മൂല്യം ഇപ്പോഴും കൂടുതൽ തന്നെയാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച്. തമിഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വേഷമാണ്, എനിക്കും ഇഷ്ടപ്പെട്ട വേഷമാണ്. അതിന് കിട്ടിയത് വലിയ സന്തോഷമുണ്ട്.